ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു റാലി ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 9,947.6 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ 1,722.6 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ വരുന്ന സമയങ്ങളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ രീതിയിലാണ് ബൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500 ഒക്കെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ S&P 500 ഒക്കെ സ്ലൈറ്റ്ലി ഹയർ ലെവലിൽ നിന്ന് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇൻഡെക്സുകളും അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രംപിൻ്റെ ട്രഷറി സെക്രട്ടറിയെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NVIDIA വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. $136.02 പെർ ഷെയർ ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.33 ട്രില്യൺ ആയിട്ട് താന്നിരിക്കുകയാണ്. അതേസമയം ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.52 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസ് $232.87 പെർ ഷെയർ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. പൊതുവെ അമേരിക്കയിൽ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ സെൽ ഓഫ് ഉണ്ട്. ആപ്പിൾ അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകളിലൊക്കെയാണ് കൂടുതൽ ബൈയിങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ട്രംപിൻ്റെ ന്യൂസ് വലിയ രീതിയിൽ മാർക്കറ്റിൽ, കമോഡിറ്റി മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ച് ഗോൾഡിൽ, സിൽവറിൽ, ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ സെൽ ഓഫ് ഉണ്ടാക്കിയിരുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നത് 10% അഡീഷണൽ ഡ്യൂട്ടി ചൈനീസ് പ്രൊഡക്റ്റുകളുമേലും അതുപോലെ തന്നെ 25% അഡീഷണൽ ഡ്യൂട്ടി മെക്സിക്കോ, അതുപോലെ തന്നെ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളിലും ഇമ്പോസ് ചെയ്യുന്നതാണ്. പക്ഷേ മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് ചൈനീസ് പ്രൊഡക്റ്റുകളുമേൽ 60% വരെ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,648 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ $72.5 പെർ ബാരലിനാണ്. അറൗണ്ട് 3-4% താഴെയാണ് ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിൽവറും താഴെയാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ കമോഡിറ്റികൾ, കോപ്പർ, അലുമിനിയം, സിങ്ക് ഒന്നും തന്നെ വലിയ രീതിയിലുള്ള താഴ്ച കാണിച്ചിട്ടില്ല. മറിച്ച് സിങ്ക് പ്രൈസ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് റാലിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഇവൻറ്റ് ഡ്രിവൺ ആണ്. Q2 റിസൾട്ടിൻ്റെ അസസ്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു റീറൊട്ടേഷനൊക്കെ നമുക്ക് പല സ്റ്റോക്കുകളും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ മേജറായിട്ട് കീ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് Q3 റിസൾട്ടും അതുപോലെ തന്നെ ഫെബ്രുവരി 1 വന്ന യൂണിയൻ ബഡ്ജറ്റും ആണ് മേജർ ഇവൻറ്റ്സ് ഉള്ളത്. ഒപ്പം ഡൽഹി അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ 2 ഇവൻറ്റുകളാണ് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ. അതുകൊണ്ട് തന്നെ ആ ഇവൻറ്റിന് അനുസരിച്ചുള്ള ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു റിയാക്ഷനൊക്കെ കണ്ടേക്കാം. ഒപ്പം ഗ്ലോബൽ ഫാക്ടേഴ്സ്, തീർച്ചയായിട്ടും ട്രംപിൻ്റെ പോളിസികൾ, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഡിസിഷൻസ്, ഇതൊക്കെ തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ KEC ഇൻ്റർനാഷണൽ, അതുപോലെ തന്നെ അശോക ബിൽഡ്കോൺ, ഹിറ്റാച്ചി എനർജി, BHEL ഈ കമ്പനികൾക്കൊക്കെ പുതിയ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ GE&Tയുടെ പാരന്റ് കമ്പനി GE വെർണോവ GE&Tയുടെ സ്റ്റേക്ക് വിൽക്കുകയാണ്. 8.38% ഓഫർ ഫോർ സെയിൽ കൂടെയാണ്. ഓഫർ ഫോർ സെയിലിൽ ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന $1,550 പെർ ഷെയറാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ഐസ്ക്രീം ഡിവിഷൻ ഡീമർജ് ചെയ്ത് ലിസ്റ്റഡ് കമ്പനിയാക്കാൻ പോവുകയാണ്. എഡിൽ വൈസും ഇത്തരത്തിലുള്ള അവരുടെ യൂണിറ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേക്ക് സെയിലിനൊക്കെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. സ്നോമാൻ ലോജിസ്റ്റിക്സിൻ്റെ പ്രൊമോട്ടേഴ്സ് മാർക്കറ്റിൽ നിന്ന് ഇക്വിറ്റി വാങ്ങുന്നുണ്ട്. പാരൻ്റ് കമ്പനി സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടെലികോം സെക്ടറിൽ ഗവൺമെൻറ് 2022 സ്പെക്ട്രം മോഷനിൽ ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമാക്കിയിരുന്നു. 30,000
കോടി ബാങ്കാരിയാണ് അന്ന് ഇമ്പോസ് ചെയ്തിരുന്നത് എന്ന് മറ്റ് ടെലികോം കമ്പനികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ആ ഡിസിഷൻ മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ മേജർ ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് വരുന്നത് വോഡാഫോൺ ഐഡിയയ്ക്കാണ്. 30,000 കോടി വർത്ത് ബാങ്ക് ഗ്യാരണ്ടികളായിരുന്നു എല്ലാ ടെലികോം കമ്പനികളും കൂടിയിട്ട്. അതിൽ 20,000 കോടി വോഡാഫോൺ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് വോഡാഫോൺ ഐഡിയയ്ക്കാണ്. ഒപ്പം അഡാനി എപ്പിസോഡിൽ GQG പറഞ്ഞിരിക്കുന്നത് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷനിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഗ്ലോബൽ ന്യൂസ് ഫ്ലോസിനനുസരിച്ച് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വൊളാറ്റിലിറ്റി താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിൽ നിന്ന് മാറിക്കുന്നതൊക്കെ നന്നായിരിക്കും. മറിച്ച് ഈ ഗ്രൂപ്പ് സ്റ്റോക്കുകളിലുള്ള ഫാള് ലോങ് ടൈമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്താൽ മതി. അതോടൊപ്പം തന്നെ മറ്റ് ഫാക്ടേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ വാച്ച് ചെയ്യണം. ഇനി നമ്മളെ സംബന്ധിച്ച് 2 ക്വാർട്ടേഴ്സ് ആണുള്ളത്. Q3, Q4 ആണ്. ഈ 2 ക്വാർട്ടേഴ്സും കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിനുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇപ്പം തന്നെയില്ല. Q2 റിസൾട്ടുകൾ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇനി Q3 റിസൾട്ടുകൾ ഫെസ്റ്റിവൽ സീസൺ ആരംഭിച്ചതിന് ശേഷമുള്ള റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് Q3 റിസൾട്ടുകൾ ജനുവരി 2nd വീക്ക് തൊട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല മാർക്കറ്റ് ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളൊന്നും തന്നെ മാർച്ച് ക്വാർട്ടർ എൻഡ് ചെയ്യുന്നവരെ കാര്യമായിട്ട് രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഗോൾഡ്മാൻ സാക്സും അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷേ ഗോൾഡ്മാൻ സാക്സിൻ്റെ ടാർഗറ്റ് നിഫ്റ്റി ഡിസംബർ 2025 27,000 ആണ്. അവരും പറയുന്നത് 2 ക്വാർട്ടേഴ്സ് Q3 Q4 ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.